ഗൈസ് ഇന്ന് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോവാണ്. ദേ ടോണി അതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേ അപ്പുറത്ത് ദേ വേറൊരു സുന്ദര നിൽക്കുന്നുണ്ട്. വേറൊരു സുന്ദര ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീടിന് പുറത്തിറങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്തായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ടോണി. ആദ്യം മെയിൻ താരം എവിടെയാണ്? ഹായ് ഗായ്സ്. ആശാൻ നാളെ പോവും, അതുകൊണ്ട് ഇന്ന് ആശാന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സ്റ്റോറേജ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ റീഡർ എടുക്കണം, അതിൻ്റെ സാധനം എടുക്കണം. അതില്ലാണ്ട് ഗൈസ് ഞാനൊന്ന് വീട് വരെ ഓടിയിട്ട് അങ്ങനെ ഒരു ഓട്ടോ കൂടി കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അവരുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ഫോട്ടോ എടുക്കണമെങ്കിലുള്ള ഒരു ദിവസം കഴിഞ്ഞ് പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നറിയാം. എളുപ്പമല്ല. രണ്ടാവന്മാരും എന്തേ കാത്തിക്കുന്നുണ്ട്. ഒരുത്തൻ ക്യാമറ എടുത്തിട്ട് സാധനം കാർഡ് എടുത്തിട്ടില്ല എന്ന പോലെ. യെസ് ഗൈസ്, നമുക്ക് റീഡർ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു പൊളിക്കും. അതെ, ഇനി വേറെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ടോണിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ബാറ്ററി ഇല്ല, അത് വെറുതെ പറഞ്ഞാണ് ഗൈസ്, പേടിക്കണ്ട. അങ്ങനെ ഒന്നാമത്തെ ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നു. 0 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. ജാക്കറ്റ് ഇല്ലാതെ ഫോട്ടോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും അത്യാവശ്യത്തിന് എടുത്തു. വേറെ കുറേ അധികം എടുത്തു കൊടുന്ന് ഇനി അടുത്ത വേറെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വിജയകരമായിട്ട് ആദ്യത്തെ സെറ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതെ, ഇനി രണ്ടാമത്തെ സെറ്റാണ്. രണ്ടാമത്തെ സെറ്റ് ടോണി ക്യാമറമാൻ ഫ്രണ്ടിൽ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ സെക്ഷൻ ഫോട്ടോസിലേക്ക് ഞങ്ങൾ കടന്നു. മൂന്നാമത്തെ സെറ്റ് തണുക്കണ്ട, അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ടെന്ന്. എന്നാലും ഫോട്ടോസൊക്കെ ഒരുവിധം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യത്തിന് അടിപൊളിയായിട്ട്. അങ്ങനെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് അതിൽ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ടോണീനെ കോൺടാക്ട് ചെയ്താൽ മതി. ടോണി റെഡിയാണ്. ഇന്നത്തെ ദിവസത്തെ പ്ലാനിങ് മൊത്തം ടോണിയുടേതായിരുന്നു. അതായത് ഞങ്ങൾക്ക് കടന്നു പോകാനായിട്ട് വണ്ടിയൊക്കെ നിർത്തി തന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഫോട്ടോ സെക്ഷൻ എടുത്ത് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ടോണിക്ക് ഒരു ഇതൊക്കെ മതിയായിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് മതിയായിട്ടില്ല, ഞങ്ങൾക്ക് ഇനി അടുത്ത പരിപാടികളുണ്ടെന്ന്. അതുകൊണ്ട് കിട്ടില്ലെങ്കിലും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. വിഷയം ഫോട്ടോസാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. അതെ, ബൈ.